എടാ, ഇന്ന് രാത്രിയിൽ വിനുവേട്ടൻ തിരിച്ചു വരും. അതുകൊണ്ട് രാത്രി ആകുന്നതിന് മുൻപ് തന്നെ നീ ഇവിടുന്ന് പോണം. അയാളെങ്ങാനും നമ്മളെ ഒരുമിച്ച് കണ്ടാൽ അതോടെയെല്ലാം തീരും. നിന്നെയും കൊല്ലും, എന്നെയും കൊല്ലും അയാൾ. ആനീഷിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ നിരാശയോടെ രേഷ്മ പറഞ്ഞു. അയാൾക്ക് വരാൻ കണ്ടൊരു നേരം. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ വിനുവേട്ടന്? വിനു വരുന്നുണ്ടെന്ന് കേട്ടതും ആനീഷിന് അരിശം വന്നു. വിനുവേട്ടൻ പോയ കാര്യം നടന്നില്ല. അതുകൊണ്ടാണ് ഇത്ര വേഗം തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞത്. ഇനിയും വിനുവേട്ടൻ്റെ കാര്യം പറഞ്ഞ് നീ എൻ്റെ മൂഡ് കളയരുത്. എത്ര ദിവസത്തിന് ശേഷമാണ് നിന്നെ ഇങ്ങനെയൊന്ന് അടുത്ത് കിട്ടിയത്. അതുകൊണ്ട് തൽക്കാലം രാത്രി വരെ നമുക്കങ്ങ് ആഘോഷിക്കാം. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മെല്ലെ വീട്ടിലേക്ക് പോകാം. അത് പറഞ്ഞുകൊണ്ട് അനീഷ് അവളെ ബെഡിലേക്ക് മലർത്തി കിടത്തി. മെല്ലെ മെല്ലെ അവൻ അവളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. പൂർണ്ണ നഗ്നയായി തൻ്റെ ശരീരം രേഷ്മ വെളുത്ത പുതപ്പ് കൊണ്ട് മറച്ചു. ഇങ്ങനെ മറച്ചു പിടിക്കാതിരി പെണ്ണെ, ഞാൻ നിന്നെ നേരെ ഒന്ന് കാണട്ടെ. കൊതിയോടെ പറഞ്ഞുകൊണ്ട് അനീഷ് അവളുടെ ശരീരത്തിൽ നിന്നും പുതപ്പ് വലിച്ചു മാറ്റി. വെണ്ണക്കല്ല് പോലെ കടഞ്ഞെടുത്ത അവളുടെ ശരീരഭംഗി അവൻ ആവോളം മതി വരുവോളം ആസ്വദിച്ചു. ഒരു പ്രസവം കഴിഞ്ഞിട്ടും എന്തൊരു സ്ട്രക്ചറാണ് നിനക്കിപ്പോഴും. നിന്നെ ഇങ്ങനെ എത്ര കണ്ടാലും മതി വരുന്നില്ലല്ലോ രേഷ്മേ. അവളുടെ മാറിടത്തിലും വയറിലും അമർത്തി ഞെരിച്ചുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ അനീഷ് പറഞ്ഞു. അവൻ്റെ തലോടലുകളിൽ സ്വയം മറന്ന് അവൾ കിടന്നു. സമയം വളരെ വൈകി കടന്നു പോകുന്നുണ്ടായിരുന്നു. ബിസിനസ്സുകാരനായ വിനുവിൻ്റെ ഭാര്യയാണ് രേഷ്മ. 5 വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. അതിൽ അവർക്കൊരു മകളുമുണ്ട്. മോൾക്ക് 4 വയസ്സാണ് പ്രായം. ബിസിനസ് സംബന്ധമായ യാത്രകളിൽ വിനു എപ്പോഴും തിരക്കിലായിരുമ്പോഴാണ് അവൻ്റെ ഭാര്യ രേഷ്മ പതി അയൽപ്പക്കത്തുള്ള അനീഷുമായി അടുക്കാൻ തുടങ്ങിയത്. ആരും അറിയാതെ അതീവ രഹസ്യമായി അവർ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. വിനുവിന് പോലും ഒരു സംശയത്തിന് ഇട നൽകാതെ അവൻ്റെ മുൻപിൽ രേഷ്മ ഉത്തമയായ ഭാര്യയായി തകർത്ത് അഭിനയിച്ചു. വിനു വീട്ടിലില്ലാത്ത സമയത്തൊക്കെ രേഷ്മ ആരും കാണാതെ അനീഷിനെ വീട്ടിൽ വിളിച്ചു കയറ്റും. വിനു വരുന്നതിന് മുൻപ് അവൻ തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ 1 വർഷം ആ ബന്ധം ആരും അറിയാതെ മുന്നോട്ട് പോയി. വിനു വീട്ടിലില്ലാത്ത രാത്രികളിൽ 4 വയസ്സുകാരി മകളെ ഉറക്കി കിടത്തിയിട്ടാണ് രേഷ്മ അനീഷുമായി കിടക്ക പങ്കിടുന്നത്. ഇപ്പോൾ സ്കൂൾ അടച്ചതിനാൽ അവരുടെ 4 വയസ്സുകാരി മകൾ വെക്കേഷൻ ആഘോഷിക്കാൻ വിനുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രേഷ്മയ്ക്കും അനീഷിനും തടസ്സമായി ആ വീട്ടിൽ ആരുമില്ലായിരുന്നു. അതിനിടയിൽ വിനു കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നതിനാൽ അനീഷിന് രേഷ്മയുമായി പഴയതുപോലെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം വിനു വീണ്ടും ബിസിനസ് ആവശ്യമായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അനീഷ് മതിൽ ചാടി രേഷ്മയുടെ അടുത്തെത്തി. ഇരുവരും കുറച്ചു ദിവസം കാണാതിരുന്നതിൻ്റെ വിരഹം തീർത്തതിനു ശേഷം കാര്യം കഴിഞ്ഞ് സുഖമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം 6 മണി കഴിഞ്ഞതോ ചുറ്റും ഇരുട്ട് വീണതോ ഒന്നും അവരറിഞ്ഞില്ല. രണ്ടാളും തളർന്നുറങ്ങിപ്പോയി. ബിസിനസ് സംബന്ധമായി യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ വിനു കാണുന്നത് ഇരുൾ മൂടിക്കിടക്കുന്ന വീടും പരിസരവുമാണ്. പതിവില്ലാതെയുള്ള കാഴ്ച കണ്ട് അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. ഒരു വേള തൻ്റെ ഭാര്യ രേഷ്മ അവിടെ ഇല്ലേ എന്ന് പോലും അയാൾ ഓർത്തു. വാതിൽ മുട്ടിക്കാൻ തുടങ്ങുമ്പോഴാണ് ബെഡ്റൂമിലെ ലൈറ്റ് തെളിയുന്നതും 2 നിഴലുകൾ ചലിക്കുന്നതും വിനു കണ്ടത്. ആ നിഴലിൽ ഒന്ന് തൻ്റെ ഭാര്യയും മറ്റൊന്നൊരു പുരുഷൻ്റെയുമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ കാഴ്ച കണ്ട ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും വിനു മറന്നുപോയി. തൻ്റെ ഭാര്യ താനില്ലാത്ത സമയം അന്യപുരുഷനെ വീട്ടിൽ വിളിച്ചു കയറ്റിയെന്ന് വിശ്വസിക്കാൻ അവൻ അല്പസമയം വേണ്ടി വന്നു. പതിയെ സമചിത്തത വീണ്ടെടുത്ത് വിനു ബെഡ്റൂമിലെ ജനലോരം കാതോർത്തു. അനീഷെ, നീ വേഗം എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ നോക്ക്. സമയം ഒരുപാട് വൈകി. ഇങ്ങനെ ബോധം കെട്ട പോലെ ഉറങ്ങിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. നിനക്കെങ്കിലും ഒന്ന് നേരത്തെ എഴുന്നേറ്റുകൂടായിരുന്നോ? അങ്ങേരിപ്പോൾ എങ്ങെത്തും. അതിനു മുൻപ് നീ ഇവിടുന്ന് പോ. ഭയത്തോടെയുള്ള രേഷ്മയുടെ വാക്കുകൾ ബെഡ്റൂമിന് പുറത്തുനിന്ന് വിനു കേട്ടു. അവളുടെ ചതി സഹിക്കാൻ അവന് കഴിഞ്ഞില്ല. വിനു പെട്ടെന്ന് മുൻവാതിലും പുറകിലെ വാതിലും പുറത്തുനിന്നും അടച്ചുപൂട്ടി. ശേഷം വേഗം അയൽവക്കത്തുള്ളവരെയും രേഷ്മയുടെ വീട്ടുകാരെയും അവിടേക്ക് വിളിച്ചു വരുത്തി. ഇതേ സമയം അകത്തുനിന്നും പുറത്തു കിടക്കാൻ നോക്കി അനീഷിന് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. അതോടെ തങ്ങളെ വിനു കൈയോടെ പിടികൂടിയെന്ന് രേഷ്മയ്ക്കും അവന് മനസ്സിലായി. ജനാലയുടെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ തങ്ങളുടെ വീടിന് ചുറ്റും ആള് കൂടുന്നതും കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് ഇരുവരും മനസ്സിലാക്കി. എൻ്റെ ഭാര്യയെ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കോ. എന്തായാലും എന്നെ ചതിച്ചവളെ എനിക്കിനി വേണ്ട. ഇതാരെയും അറിയിക്കാതെ ഒത്തുതീർപ്പാക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഞാൻ അവളെ ഉപേക്ഷിച്ചതിൻ്റെ കാരണം ആരും അറിഞ്ഞില്ലെങ്കിൽ നാളെ ഇവൾ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാനും മടിക്കില്ല. അതുകൊണ്ട് പരപുരുഷന്മാരുമായി ബന്ധമുള്ള ഭാര്യയെ ഞാൻ ഈ നിമിഷം ഉപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാം. പക്ഷെ അവൾ പ്രസവിച്ച എൻ്റെ മോളെ ഞാൻ തരില്ല. ഇവൾ വളർത്തിയാൽ എൻ്റെ മോളും ഇവളെ പോലെ തന്നെ പിഴച്ചു പോകും. രേഷ്മയുടെ അച്ഛനെയും അമ്മയും നോക്കി അത്രയും പറഞ്ഞതിന് ശേഷം വാതിൽ വലിച്ചു തുറന്ന് അനീഷിനെയും രേഷ്മയും അവൻ പിടിച്ച് പുറത്തേക്ക് തള്ളി.
തൊട്ട അയൽപക്കത്തെ ചെറുപ്പക്കാരൻ തന്നെയാണ് രേഷ്മയുടെ കാമുകൻ എന്ന് കണ്ടതും നാട്ടുകാർ ഞെട്ടി. അനീഷിന്റെ വീട്ടുകാർക്കും അത് വലിയൊരു നാണക്കേടായി. അവൻ പിന്നെ കല്യാണമൊന്നും കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് കൈയോടെ പിടിച്ചത് കൊണ്ട് രേഷ്മ വീട്ടുകാരുടെ കൂടെ പോകുന്നില്ലെന്നും അനീഷിന്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യമെന്നും പറഞ്ഞു. അതോടെ അനീഷ് ഊരാക്കുടുക്കിലായി. അവന് അവളെ സ്വീകരിക്കാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. രേഷ്മയുടെ വീട്ടുകാരും അവളെ അവിടെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി. അധികം വൈകാതെ തന്നെ വിനു രേഷ്മയെ ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സിന് ശേഷം അനീഷും രേഷ്മയും നാണക്കേട് കാരണം ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ മറ്റെങ്ങോട്ടോ പോവുകയും ചെയ്തു. വിനു തന്റെ മാതാപിതാക്കൾക്കൊപ്പം കുഞ്ഞുമായി സമാധാനത്തോടെ തന്നെ ജീവിക്കുകയും ചെയ്തു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്